ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഇന്ന് ജയിലിന് പുറത്തേക്കിറങ്ങാൻ സാധ്യത. കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിധി പറയും. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ തന്നെയാണ് സാധ്യത. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, നമുക്കറിയാം ഈ കുറ്റപത്രം ഇതുവരെ നൽകിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ ഓരോ പ്രതികളായി പുറത്തേക്കിറങ്ങുകയാണ്. പോറ്റിക്കാണെങ്കിൽ ആദ്യ കേസായിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ ഇതിനകം തന്നെ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഇന്നും ഈ കേസിലും കൂടി ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പോറ്റി പുറത്തേക്ക് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായും ഗൗതം, ഈ കേസിലും ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകും. നേരത്തെ തന്നെ ദ്വാരപാലക ശില്പ കേസിൽ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കട്ടളപ്പാളി കേസിൽ പോറ്റി സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വിധി പറയുവാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഇന്നെന്തായാലും ഈ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നതോടുകൂടി തന്നെ നമുക്കതിൽ വ്യക്തമായിട്ടുള്ള കാര്യം മനസ്സിലാക്കും. അതായത് SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ കോടതിക്ക് സ്വാഭാവിക ജാമ്യം അനുവദിച്ച് നൽകേണ്ടി വരും. അതിൽ മറ്റു പ്രതികളെപ്പോലെ തന്നെ ഇതിലും വിവേചനം കാണിക്കാൻ സാധിക്കില്ല. നേരത്തെ തന്നെ മുരാരി ബാബു, ശ്രീകുമാർ, സുധീഷ് കുമാർ അടക്കമുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഈ ജാമ്യ ഹർജിയിന്മേൽ ജാമ്യം ലഭിക്കാനാണ് ഏറെ സാധ്യത. ഇന്നെന്തായാലും ജയിൽ മോചിതനാകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമുക്ക് ചിലപ്പോൾ കാണേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ വാദം പൂർത്തിയായപ്പോൾ പ്രോസിക്യൂഷന് ഇതിൽ എതിർത്ത് നിൽക്കാൻ മറ്റു കാര്യങ്ങളൊന്നുമില്ല. കാരണം SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള അല്ലെങ്കിൽ ജാമ്യ ഹർജി തള്ളുവാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷന് അത്തരത്തിലൊരു കാര്യവും മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി തന്നെ കോടതി ഈ ജാമ്യ ഹർജിയിന്മേൽ വിധി പറയും. അഥവാ ജയിൽ മോചിതനാകുകയാണെങ്കിൽ ഈ കേസിൽ 4ാമതായി പുറത്തേക്കിറങ്ങുന്ന ആളാകും ഉണ്ണികൃഷ്ണൻ പോറ്റി. ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ജാമ്യ ഹർജി, അതായത് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഏറ്റവും ആദ്യം ജാമ്യം ലഭിച്ചിരുന്ന ആൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. കാരണം ദ്വാരപാലക ശില്പ കേസിൽ ആദ്യം ജാമ്യം ലഭിക്കുന്നു, പിന്നീട് റിമാൻഡ് കാലാവധി തുടരുന്നതിനാൽ ഈ ജയിൽ കഴിഞ്ഞ് വരികയായിരുന്നു. എന്തായാലും ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഈ വിധി പ്രസ്താവനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. കാരണം വിജിലൻസ് കോടതിയാണ് ഈ ഒരു നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ വിജിലൻസ് കോടതിയിൽ നിന്ന് 3 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. അന്നൊക്കെ തന്നെ SITക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നിരുന്നു എന്നുള്ളതാണ്. ഇതുവരെയും അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴും ഇതുവരെയും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകാൻ SIT തയ്യാറായിട്ടില്ല. ഇടക്കാല കുറ്റപത്രം പോലും കോടതിയിൽ വച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ SITക്ക് മേലൊരു സമ്മർദ്ദം ഉണ്ടോ എന്നുള്ള സംശയമാണ് ഉയരുന്നത്. നേരത്തെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും അത് നമ്മൾ കണ്ടതാണ്. SITയുടെ ഒരു വെള്ളപ്പൊക്ക് രാഷ്ട്രീയ രംഗത്തുള്ളവരെയോ അല്ലെങ്കിൽ മറ്റുന്നതരെയോ ഒക്കെ സഹായിക്കുവാൻ SIT ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി കേസിലെ മുഖ്യപ്രതിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകുകയാണെങ്കിൽ അത് SITയെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ച തന്നെയാണ്. ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി 90 ദിവസം ജയിലിൽ കിടന്നു എന്നത് കാട്ടിയാണ് കോടതിയെ ഈ സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി സമീപിച്ചിട്ടുള്ളത്. 90 ദിവസം ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും ഈ റിമാൻഡ് നീട്ടിക്കൊണ്ടുപോകാൻ കോടതിയെ സംബന്ധിച്ച് സാധിക്കുകയുള്ളൂ. അത്തരത്തിലൊരു വിവേചനവുമില്ലാതെ പോറ്റിക്ക് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഈ സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതിയും അങ്ങനെ ജയിൽ മോചിതനാകുമെന്നുള്ളതാണ്. എന്തായാലും ഇതിനു മുമ്പ് നടന്നിട്ടുള്ള വാദങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. കോടതിക്കുള്ളിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി, അതായത് പ്രതിഭാഗം അഭിഭാഷകന്മാരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഇത് തന്നെയാണ്. ഇതുവരെയും SIT കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. പ്രതികൾ 90 ദിവസത്തിലധികം ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെ. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ SITയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രതികളിലേക്ക് എത്തുമെന്ന് പറയുമ്പോഴും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്തവരെ പിന്നീട് അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റിലാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശബരിമലയിൽ എത്തുകയും അവിടെ വലിയ സ്വാധീനം ചെലുത്തുകയും, അതായത് ദേവസ്വം ബോർഡിലടക്കം വലിയ സ്വാധീനമുള്ള ഒരാളാണ്. മന്ത്രിമാരായും അടക്കം വലിയ ബന്ധമുള്ള ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടോ എന്നുള്ള സംശയവും ഉയരുന്നുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായതിന് പിന്നാലെയാണ് ബാക്കിയുള്ള പ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. A. പത്മകുമാർ അടക്കമുള്ളവരെ അറസ്റ്റ്
ചർച്ച ചെയ്യുന്നത് ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ മറ്റു പ്രതികളും സ്വാഭാവിക ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയാണ്. മുൻ തിരുവാഭരണം കമ്മീഷണറായിട്ടുള്ള KS ബൈജു ഇതിനോടകം തന്നെ ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ N വാസു അതോടൊപ്പം തന്നെ പത്മകുമാർ അടക്കമുള്ള പ്രതികൾ അവർക്കിനി 90 ദിവസം പൂർത്തിയാകുവാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി അത്തരത്തിലുള്ള ജാമ്യാപേക്ഷകളുമായി ഈ പ്രതികൾ വന്നാലും കോടതി അവർക്ക് ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും SITയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകുകയാണെങ്കിൽ പോറ്റിയെ ചോദ്യം ചെയ്യാനാണ് ED നീക്കം. അതായത് ED ഒരു ഭാഗത്ത് അന്വേഷണം സമഗ്രമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകുകയാണെങ്കിൽ ഇന്നിപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ ഒന്നാമത്തെ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപക്ഷെ ജയിലിന് പുറത്തേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. കോടതിക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം EDയുടെ അന്വേഷണം ആ നിലയ്ക്കാണ് മുന്നോട്ട് പോയത്. 90 ദിവസം കഴിഞ്ഞിട്ടും ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചില്ല. ഈ പശ്ചാത്തലത്തിൽ സ്വാഭാവിക ജാമ്യം എന്ന നിലയിൽ കോടതിക്ക് ഈ രീതിയിൽ മാത്രമേ നീങ്ങാൻ സാധിക്കുകയുള്ളൂ. M മനോജാണ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും ചേർന്നത്.